ഹായ് ഓൾ, വെൽക്കം ടു ദ മീറ്റ്. അപ്പോൾ കേരള PSC വീണ്ടും പുതിയൊരു നോട്ടിഫിക്കേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. ഏറ്റവും നമ്മൾ ആഗ്രഹിച്ചിരുന്നൊരു നോട്ടിഫിക്കേഷനാണ് ഏതിൻ്റെത്? വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഡിസംബർ 15 പുറപ്പെടുവിച്ചു. ഇപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിലൊക്കെ താഴെ ചോദിക്കാറുണ്ടായിരുന്നു VFAയുടെ നോട്ടിഫിക്കേഷൻ എന്ന് വരും 2026 അതിൻ്റെ പരീക്ഷ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് അതിൻ്റെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അത് റിലേറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് ഷോസും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഡിസംബർ 15 വന്നു. നമ്മൾ പറഞ്ഞതുപോലെ അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2025 അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന മറ്റൊരു നോട്ടിഫിക്കേഷനാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ ഡിസംബർ 15 വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് പോയാലോ. പലർക്കും പല ഡൗട്ട്സ് ഉണ്ടാവും. ഇത് അപേക്ഷിക്കുമ്പോൾ ഡിഗ്രി ഉള്ളവർക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഡൗട്ട്സുകളൊക്കെ അധിക പേർക്കും ഉണ്ടാവും അല്ലേ. അപ്പം കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും ഹയർ എഡ്യൂക്കേഷനാണ് അല്ലേ. ഒരു ഡിഗ്രി പോലും കയ്യിലില്ലാത്ത കാൻഡിഡേറ്റ്സുകൾ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട്സാണ്. ഇതിന് ഡിഗ്രി ഒരു പരീക്ഷ എഴുതാതിരിക്കാനുള്ളൊരു മാനദണ്ഡമായ, അതായത് ഡിഗ്രി ഉള്ളവർക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. അപ്പം നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഗസറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 15, 2025. അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് എന്നാണ്? 2026 ജനുവരി 14 അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന കാൻഡിഡേറ്റ്സ് ഓർത്ത് വെക്കുക. അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതിയാണ് ജനുവരി 14. ഓക്കെ, 2026 ജനുവരി 14 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. അടുത്തത് കാറ്റഗറി നമ്പർ ഏതാണ്? 571/2025 കാറ്റഗറി നമ്പർ. ഓക്കെ, അപ്പോൾ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ ആദ്യം എന്ത് ചെയ്യണം? 1 ടൈം രജിസ്ട്രേഷൻ. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കേരള PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ചെയ്തിട്ടില്ലാത്തവർ ആദ്യം അത് ചെയ്യുക. അതിനുശേഷം വേണം നമ്മുടെ പേജിൽ, നമ്മുടെ പ്രൊഫൈലിലൂടെ വേണം ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ. ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്? റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ ഒരു തസ്തിക വന്നിരിക്കുന്നത്. നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. ഓക്കെ, ഇത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ സ്കെയിൽ, അതായത് ശമ്പളം എന്ന് പറയുന്നത്, സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 23,700 മുതൽ 52,600 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 23,700 മുതൽ 52,600 വരെ. ഇനി നമുക്കറിയാം ഇത് എന്താണ്? ഇതൊരു ഡിസ്ട്രിക്ട് വൈഡ് ആയിരിക്കും അല്ലേ. ഡിസ്ട്രിക്ട് വൈസ് അതാണ് പരീക്ഷയും അതുപോലെ നമുക്ക് ജോലി ലഭിക്കാനുള്ളതും ആ ഒരു ജില്ലയിൽ തന്നെയായിരിക്കും. അപ്പം നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. അപ്പോൾ ഇത് ഡിസ്ട്രിക്ട് വൈഡ് ആണ്. അപ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഏത് ജില്ലയിൽ കൊടുക്കണമെന്നുള്ള വളരെ ആലോചിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ. അത് നോക്കണം. ചിലരെന്ത് ചെയ്യും? കട്ട് ഓഫ് വയനാട്ടിൽ കുറവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കട്ട് ഓഫ് വയനാട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആ ജോലി കിട്ടിയിട്ട് നിങ്ങൾ അവിടെ ആയിരിക്കണം സമയം ചിലവഴിക്കേണ്ടത്. അപ്പോൾ എല്ലാം ആലോചിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ. അത് മറക്കരുതേ. അടുത്തത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്തായിരുന്നു? ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ്. കൂടാതെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെ. അതായത് ജനുവരി 2, 1989 ജനുവരി 1, 2007 ഇടയിൽ ജനിച്ചവർക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. കൂടാതെ OBC, SC, ST അങ്ങനെയുള്ള കാറ്റഗറീസിന് നിയമാനുസൃതമായ വയസ്സിളവുകളും ലഭിക്കുന്നതായിരിക്കും. എന്നിരുന്നാൽ പോലും ഏജ് ലിമിറ്റ് 18-36 കാൽക്കുലേറ്റ് ചെയ്യുന്ന തീയതി ഓർത്ത് വെക്കുക. 2/1/1989 മുതൽ 1/1/2007 വരെ. പിന്നീട് ക്വാളിഫിക്കേഷൻ ഇവിടെ നോക്കിയാൽ അറിയാം. പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ. അപ്പം മിനിമം വിദ്യാഭ്യാസ യോഗ്യതയാണ് SSLC. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ PG ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓർത്ത് വെക്കുക, ഇതിൻ്റെ മിനിമം വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് SSLC പാസ്സായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നവർ അത് 10th ആവാം, +2 ആവാം, ഡിഗ്രി കിട്ടിയവരാകാം, PG കിട്ടിയവരാകാം, എല്ലാവർക്കും ചെയ്യാം. മിനിമം വിദ്യാഭ്യാസ യോഗ്യത എന്തായിരിക്കണം? SSLC ആയിരിക്കണം. അത് ഓർത്ത് വെക്കുക കേട്ടോ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഒരു പരീക്ഷയ്ക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ജനുവരി 14 അർദ്ധരാത്രി 12 മണി വരെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അത്രയും അങ്ങോട്ട് പോവാതെ ഇപ്പം തന്നെ പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. മിനിറ്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഡിസംബർ 20 കർമ്മ എന്നൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അതിൻ്റെ ബാച്ച് പോവുക. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ LJ002 എന്ന് പറയുന്ന കോഴ്സ് കോഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് ലഭിക്കും. പിന്നീട് ഇപ്പോൾ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പം എന്തൊക്കെയായിരിക്കും എനിക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവുക എന്ന് നോക്കാം. അപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഒരാൾ നമ്മുടെ ഡൗട്ടാണ് അല്ലേ, ഞാൻ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നത്, എനിക്ക് അതിനെ കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ടാവും അല്ലെ, ഉപകാരങ്ങളാണുള്ളത്. ഒന്ന്, നമുക്കിപ്പം എല്ലാ സമയവും നമുക്ക് പഠിക്കാൻ ഒരു എന്താ പറയുക, നല്ല രീതിയിൽ പഠിക്കാൻ ചിലപ്പോൾ തോന്നിയെന്നവരും ചിലപ്പോൾ തോന്നുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു മെൻറ്റർ നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ വീക്കായിരിക്കുന്ന സമയത്ത് നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ പറ്റും, ആ മെൻറ്റർക്ക് നല്ലൊരു സപ്പോർട്ട് തരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തത്, നമ്മളിപ്പോൾ പഠിച്ചാൽ മാത്രം പറയല്ലോ, ഇതിനെന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ധാരാളം ചെയ്യണം അല്ലേ, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു പരീക്ഷയ്ക്ക് മാക്സിമം മാർക്ക് നേടി നമ്മുടെ റാങ്ക് മുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അതിനെന്ത് വേണം, മോക്ക് ടെസ്റ്റുകൾ വേണം. അതുപോലെ എന്ത് ചെയ്യണം, നമ്മൾ വീക്കിലി പഠിച്ചാൽ മാത്രം പോലും അതിനെന്ത് ചെയ്യണം, ടെസ്റ്റ് സീരീസുകൾ വേണം. പഠിച്ച കാര്യങ്ങൾ നമ്മൾ പഠിച്ചോ എന്ന് ചെക്ക് ചെയ്യാൻ ടെസ്റ്റ് സീരീസ് വേണം. ഇതും മിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് വീക്കായ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വൽ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ കിട്ടും. അപ്പം നല്ല രീതിയിൽ പഠിക്കുക, എല്ലാ സെക്ഷൻസും കവറപ്പായിരിക്കും. അപ്പോൾ ഈ ഒരു സുവർണ അവസരം നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു സീറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കും. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.